ബാക്ക് ടു യുവർ ചാനൽ ടെയിൽസ് ഓഫ് ഏഞ്ചൽ. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ക്യാൻസർ ജേണിയുടെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചായിരിക്കും ഞാൻ പറയാനായിട്ട് വന്നതെന്ന്. അല്ല, ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചല്ല, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് എങ്ങനെയായിരുന്നെന്നും അവിടുത്തെ എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് കണ്ടിട്ട് വന്നിട്ടേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്. എന്താണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്? നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ വാർഡുകളെ പോലെ അല്ല കേട്ടോ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് അവർ ഭയങ്കര സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്ന ഒരു യൂണിറ്റാണ്. പുറത്തുനിന്നുള്ള ഒരാളെ പോലെ അനാവശ്യമായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റില്ല കേട്ടോ. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗൗണും മാസ്കും ക്യാപ്പൊക്കെ വെച്ചിട്ടാട്ടോ അവരകത്തോട്ട് കയറാറുള്ളത്. അത്രയ്ക്ക് സ്റ്റെറിലൈസ്ഡ് ആയിട്ടാണ് അവർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് സൂക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെയും ഇങ്ങനെ അവർ പുറത്തോട്ടൊന്നും വിടില്ല കേട്ടോ. നമ്മൾ എന്നാണോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ നിന്ന് പേഷ്യൻസിനെ പുറത്തിറക്കുന്നത് ആ കൂടത്തിൽ മാത്രമേ ഉള്ളൂ ബൈസ്റ്റാൻഡേഴ്സിനും പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ കിടക്കുന്ന പേഷ്യൻസ് പറഞ്ഞാൽ എല്ലാവരും ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. ആർക്കും തന്നെ ഒരു തരി പോലും ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. നമ്മുടെ കൗണ്ട്സ് ഒക്കെ 0 ആയിരിക്കും. അപ്പോൾ അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ലൈഫ് ത്രെറ്റനിങ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ വന്നിട്ട് നമുക്ക് ചെറിയൊരു കൗൺസിലിംഗ് പോയ അവിടുത്തെ സിസ്റ്റേഴ്സ് നമുക്ക് തരുമായിരുന്നു കേട്ടോ. അന്നേരം അതിൻ്റെ അകത്ത് അവർ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ അവർ ലിസ്റ്റൊക്കെ തരും. ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിനായിട്ട് വരേണ്ടത്. അപ്പോൾ എല്ലാം തന്നെ പുതിയ സാധനങ്ങൾ വാങ്ങണം കേട്ടോ. നമുക്ക് ഓൾഡായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം കടയിൽ നിന്ന് പുതിയത് വാങ്ങിച്ചിട്ട് വേണം ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുചെല്ലാനായിട്ട്. നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റീലിൻ്റെ ഫ്ലാസ്ക്, സ്റ്റീലിൻ്റെ ഗ്ലാസ് പ്ലേറ്റ്, പിന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാമൊക്കെ. കാരണം ഞങ്ങളുടെ ബോഡി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ലിപ്പൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ. ഇപ്പോഴും എൻ്റെ ലിപ്പ് എപ്പോഴും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം ഈ കീമോയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കൗണ്ട്സ് ഒക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും കൂടുതൽ ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മോയ്സ്ചറൈസറും ലിപ് ബാമും മസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഫോൺ കൊണ്ടുപോകാം, പക്ഷേ ഫോണിൻ്റെ കവേഴ്സ് ഒന്നും പറ്റില്ല. പിന്നെ ചാർജർ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുക്കോ പെന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. സോഫ്റ്റ് ബ്രഷ്, നമ്മുടെ ബ്രഷ് പല്ല് തേക്കുന്ന ബ്രഷില്ല, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്, ബേബീസിൻ്റെ ബ്രഷാണ് പറ്റത്തുള്ളായിരുന്നു. കാരണം നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട്സ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വായൊക്കെ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് വരും. അതിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യണമായിരുന്നു നമുക്ക്, അത് ഹൈജീനായിട്ട്. അപ്പോൾ സിറ്റ്സ് ബാത്തിന് ഒരു ബേസിനുണ്ട്, അതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ട് അകത്തോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ അഡ്മിഷനായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പം നമ്മളെ അകത്ത് കയറ്റി കഴിഞ്ഞ് അവർ ഈ സാധനങ്ങൾ ഫുൾ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ റൂമിലോട്ട് എത്തിക്കത്തുള്ളൂ. ഈവൻ ഫോണാണെങ്കിൽ പോലും അവർ ഫുൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ റൂമിലോട്ട് തരത്തുള്ളൂ. അത്രയ്ക്ക് സ്റ്റെറിലൈസ്ഡും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് നോക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ പേഷ്യൻസിൻ്റെ കൂടെ അവർ ഒരു ബൈസ്റ്റാൻഡറിനെ നിർത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ മമ്മിയായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ ആർക്ക് നമ്മളെ വന്ന് കാണാനോ നമുക്ക് വേറെ ആരെങ്കിലും കാണാനോ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ. ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെയിൻ ഡോറുണ്ട്. ആ മെയിൻ ഡോറിനകത്തേക്ക് കയറുമ്പോൾ ഒരു പാസേജ് ആണ് കേട്ടോ. ആ പാസേജിൻ്റെ ഇപ്പുറത്ത് 2 റൂംസ് ഉണ്ട്.
അവിടെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂംസാണ്. നമ്മൾ ഇട്ടുകൊണ്ട് ചെല്ലുന്ന ഡ്രസ്സിൽ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ് നമുക്കൊരു ഡ്രസ്സ് തരും, പിന്നെ നമുക്ക് മാസ്ക് തരും, ക്യാപ്പ് തരും. ഇതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാനായിട്ട്. അതിപ്പോൾ പേഷ്യൻസിന് മാത്രമല്ല, കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനും ആ ഡ്രസ്സും ക്യാപ്പും മാസ്കും വെച്ചിട്ട് മാത്രമേ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റത്തുള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡോറുണ്ട്. അതാണ് അകത്തേക്കുള്ള എൻട്രൻസ്. പക്ഷേ അതും ചെറിയൊരു ഏരിയ ആണ്. അവിടെയാണ് നമുക്കൊരു കിളിവാതിൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് കേട്ടോ ഈ ബൈസ്റ്റാൻഡേഴ്സിന് ഇടയ്ക്ക് വന്ന് അകത്തുനിന്ന് പുറത്താരെങ്കിലും ഇപ്പം എന്തെങ്കിലും നമ്മുടെ വേറെ വീട്ടുകാരെന്തെങ്കിലും വരുവാണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് മാത്രം ആ കിളിവാതിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കിളിവാതിൽ ആ ഡോറ് കഴിയുമ്പോഴാണ്, അത് കഴിയുമ്പോൾ ഒരു ഡോറോടെ ഉണ്ട്, അത് കഴിയുമ്പോഴാണ് നമ്മുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു വാഷ് ഏരിയ ആണ്, വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാൻഡ് കറക്റ്റായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ പേഷ്യൻസിൻ്റെ റൂമിലോട്ട് കയറാനായിട്ട്. അതിപ്പോൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിലും ലൈക്ക് വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും അവർ കയറുമ്പം കറക്റ്റായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വാഷ് ഏരിയ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നേഴ്സ് സ്റ്റേഷനുണ്ട്, നേഴ്സുമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 4-5 റൂംസ് ഉണ്ട് കേട്ടോ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിനായിട്ട് 4-5 റൂംസ് മാത്രമേ ഉള്ളൂ അവിടെ. ഒരേ ടൈമിൽ 4-5 പേഷ്യൻസിന് മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഒരു പേഷ്യൻ്റ് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അടുത്ത പേഷ്യൻസിനെ കയറ്റുന്നത്. പിന്നെയുള്ളത് നമുക്ക് മെഡിസിൻ മിക്സ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ആയിട്ട് നമുക്കവിടെ വേസ്റ്റ് ബിന്നും പിന്നെ ലിനനൊക്കെ ഇടാനായിട്ടുള്ള ഒരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു റൂം കിട്ടും. ഒരു പേഷ്യൻറ്റിൻ്റെ റൂം വെച്ചാണല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ റൂമിലോട്ട് ഞാൻ കയറി. അപ്പോൾ കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറണം. ആ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് റൂമിൽ കയറി കഴിയുമ്പോൾ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറണം. എന്നിട്ട് വേറെ ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. അവിടെ രാവിലെയും വൈകിട്ടും കുളിക്കണമായിരുന്നു കേട്ടോ. അതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. രാവിലെ വെളുപ്പിനേറ്റ് കുളിക്കണം, പിന്നെ വൈകിട്ടും കുളിക്കണം. 2 നേരം കുളി നിർബന്ധമായിരുന്നു. നമുക്കിപ്പോൾ കുളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവർ സിസ്റ്റർമാർ സമ്മതിക്കത്തില്ല, കുളിച്ചേ പറ്റത്തുള്ളൂ. അതായിരുന്നു എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ ഫുള്ളി AC ആയിട്ടുള്ള ഒരു റൂമാണ്. ഫുള്ളി ക്ലോസ്ഡ് ആണ്. AC ആയതുകൊണ്ട് തന്നെ ഒരു വിൻഡോസ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരു ബെഡുണ്ട് പേഷ്യൻസിനുള്ളത്. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് ഒരു ബെഡുണ്ട്. പിന്നെയുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ ഒരു കബോർഡ്, പിന്നെ TV ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മോണിറ്റേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും അതൊക്കെ നോക്കാനായിട്ടുള്ള മോണിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു കാർഡിയാക് ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുന്ന ഒരു ടേബിളില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളി AC ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് നന്നായിട്ട് തണുക്കും കേട്ടോ. ആ സമയത്താണ് നമുക്കൊട്ടും ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ടൈമാണ്. അപ്പോൾ ചില സമയം നമുക്ക് നന്നായിട്ട് തണുക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ AC ഒക്കെ കുറച്ചിട്ട് തരും കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പ് വരുവാണെങ്കിൽ തന്നെ അവർ വാമറൊക്കെ ഉണ്ട്. വാമർ നമുക്ക് വെച്ച് തരും കേട്ടോ, നമ്മളെ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇനി എൻ്റെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ 5-5:30 ആകുമ്പോൾ സിസ്റ്റർമാർ വരും കേട്ടോ ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ട്. എല്ലാ ദിവസവും എനിക്ക് ബ്ലഡ് സാമ്പിൾ എടുക്കണമായിരുന്നു. കാരണം എല്ലാ ദിവസവും എൻ്റെ കൗണ്ട്സ് CBC പ്ലേറ്റ്ലെറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വെളുപ്പിനെ 5-5:30 ആകുമ്പം സിസ്റ്റർമാർ വരും ബ്ലഡ് സാമ്പിൾസ് എടുക്കാനായിട്ട്. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ക്ലീനിങ്ങിനായിട്ടുള്ള ആൻറ്റിമാർ വരും കേട്ടോ. നമ്മുടെ ഫുള്ളി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യും നമ്മുടെ ബെഡും റൂമും. ലൈക്ക് ഭിത്തി വരെ അവർ ഭയങ്കരമായിട്ട് ഡിറ്റർജൻസും ലൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് തുടയ്ക്കുകയോ നമ്മുടെ ബെഡൊക്കെ തുടയ്ക്കുകയും ഫുള്ളി ക്ലീൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വെളുപ്പിന് ആ ടൈം ആകുമ്പോൾ ആൻറ്റിമാർ വരും. പിന്നെ അത് കഴിയുമ്പം തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യും. നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബെഡിൽ നിന്ന് നമ്മൾ ബൈസ്റ്റാൻഡർ ബെഡിലോട്ട് ഇരുത്തും. അത് കഴിയുമ്പോൾ ഒരു ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബെഡിലോട്ട് പോയിരിക്കാം. എന്നിട്ട് ആ സമയം തന്നെ നമ്മൾ കുളിക്കുകയും വേണം കേട്ടോ. രാവിലെയും വൈകിട്ടും കുളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ കുളിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കുളിക്കാൻ. പിന്നെ മമ്മി സിസ്റ്റർമാരെല്ലാവരും കൂടെ എന്നെ ഉന്തിത്തള്ളി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി കുളിക്കണ്ടേ, അതുകൊണ്ടാട്ടോ ഇത്ര മടി.
അപ്പോൾ അവരെല്ലാവരും എന്നെ ഉന്തിത്തള്ളി കയറി കുളിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്ന് കിടന്നുറങ്ങും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ 8 മണിയൊക്കെ ആകുമ്പം ജൂനിയർ ഡോക്ടേഴ്സ് വരും. ആദ്യം ഈ ജൂനിയർ ഡോക്ടേഴ്സാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമ്മുടെ കൗണ്ട്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ആ സമയമാകുമ്പോഴേക്കും ബ്ലഡ് സാമ്പിളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കൗണ്ട്സ് ഒക്കെ നോർമലാണോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് വരും. മിക്കപ്പോഴും തന്നെ ഡോക്ടർ വന്നിട്ടാട്ടോ എന്നെ വിളിച്ചേൽപ്പിക്കുന്നത്. ഞാൻ ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം, വെളുപ്പിന് എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്ന് കിടന്നുറങ്ങും. അപ്പോൾ ഡോക്ടർ വന്നിട്ടായിരിക്കും മിക്കവാറും എന്നെ വിളിച്ചേൽപ്പിക്കുന്നത്. എന്നിട്ട് ഡോക്ടർ നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് കഴിയുമ്പം നമുക്കിപ്പോൾ ഡോക്ടർ ബ്ലഡ് സാമ്പിളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും പൊട്ടാസ്യോ കാൽസ്യം അങ്ങനെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ അത് ഓർഡർ എഴുതി വെക്കും. നമുക്ക് ട്രൂ IV നമുക്ക് കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ഇൻഫ്യൂഷൻ ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോൾ ഡോക്ടർ പോകും. പിന്നെ നമ്മുടെ ഫുഡ് വരുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ പുറത്തുനിന്നാണല്ലോ ഫുഡ് വരുന്നത്, ക്യാൻറ്റീനിൽ നിന്ന്. അവിടെ നമ്മൾ ഫുഡ് ഇവിടെ വന്നിട്ട് അവർ ഫുള്ളി സ്റ്റെറിലൈസ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ റൂമിലോട്ട് എത്തിക്കത്തുള്ളൂ. ഈ ഫുഡൊക്കെ ആണെങ്കിലും ഫുഡ് വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കും. ആ ടൈമിൽ ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഡയറ്റീഷ്യൻ വരും കേട്ടോ. നമുക്ക് ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റീഷ്യനാണ് നമുക്ക് തരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഇന്ന് എന്താണ് കഴിക്കാൻ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ നമ്മളോട് ബിരിയാണിയൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കഞ്ഞിയൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ബിരിയാണി ഒട്ടും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞാൻ മിക്കപ്പോഴും കഞ്ഞിയെ പറഞ്ഞോട്ട്, കാരണം എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. എന്തെങ്കിലും സ്മെല്ലടിച്ചാൽ ഞാൻ അപ്പോൾ വൊമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡയറ്റീഷ്യനൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഡയറ്റീഷ്യൻ പോകും. അത് കഴിയുമ്പം പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ മെയിൻ ഡോക്ടേഴ്സിൻ്റെ ടൈം പോലെ ഒന്നില്ലെങ്കിൽ രാവിലെ വരും, അല്ലെങ്കിൽ അവർ വൈകുന്നേരം ഡോക്ടേഴ്സ് വരും കേട്ടോ നമ്മളെ കാണാനായിട്ട്. അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് ഇനി എന്തെങ്കിലും നാളത്തെ ഇപ്പം വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ ഇത് ബോൺ മാരോ യൂണിറ്റിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും പിന്നെ അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞതേ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിലൊക്കെ പറയാം. ട്രാൻസ്പ്ലാന്റിൻ്റെ മുമ്പത്തെ കാര്യവും ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രൊസീജിയറും അതൊക്കെ ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഞെക്കണം. എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇനി. അതുവരേക്കും ബൈ.